എന്നാലും ഏതായിരിക്കും ഇവിടെ വരാൻ പോകുന്ന നമ്പർ? 100 രൂപ ലാഭിച്ചതാ, 190 രൂപ മാറി കിട്ടി. ബുക്കിംഗ് എടുത്താണോ? ആ ബുക്കിംഗ് എടുത്തു. വ്ളോഗാ. എല്ലാവർക്കും നമസ്കാരം. സെബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 40-45 ദിവസത്തോളമായി യൂട്യൂബിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു 1-2 യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെമിനാർ, അസൈൻമെന്റ്, അങ്ങനെയുള്ള കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടാറ്റ നെക്സോൺ നമ്മുടെ വണ്ടി സർവീസിന് പോവുകയാണ്. ഫസ്റ്റ് സർവീസ്, അതായത് 2 മാസമോ ഇല്ലെങ്കിൽ 2000 കിലോമീറ്ററോ നമ്മുടെ വണ്ടി ഓടിയാൽ ഇല്ലെങ്കിൽ അത്ര നാള് പഴക്കം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓയിൽ ചേഞ്ചിന് മാത്രം പൈസ നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, ബിബിനും ഉണ്ട്. 45 ദിവസമായി ഇങ്ങനെ എടുത്ത് ബ്ലോഗ് ചെയ്തിട്ട് അലക്കുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോ ഞാൻ മാത്രമല്ല, ബിബിനും ഉണ്ട്. ബിബിന് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആണ്ട ബിബിനാണ് തിരിച്ചെന്നെ കൊണ്ടുവരാൻ പോകുന്നത്. നിനക്ക് ലൈസൻസ് എത്രാമത്തെ തവണ എഴുതിയപ്പോഴാണ് കിട്ടിയേ? 3 ആദ്യത്തെ തവണ ഞാൻ കൊണ്ടുപോയി ഇതിന് ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാമത്തെ തവണ ഞാൻ വന്നായിരുന്നു. രണ്ടാമത്തെ തവണ അച്ചാച്ച വന്നപ്പോഴും ഇതായി. ലൈസൻസ് ഒന്ന് എടുത്ത് കാണിച്ച സബ്സ്ക്രൈബേഴ്സിനെ. 2ാമത്തെ തവണ മോനെ. അപ്പൊ ബിബിനാണ്. ഇപ്പൊ ബിബിനെ നമ്മുടെ MK മോട്ടോഴ്സ് കോടിമതയിൽ വന്നാൽ മതി. പെട്രോൾ തീരുവാണെങ്കിൽ കൈ കാശുണ്ടോ? ഞാൻ പൈസ തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ കാറിനകത്ത് കയറട്ടെ. വേറെ സർവീസ് ബുക്കൊക്കെ വെച്ചിട്ടില്ലേ? ഓക്കെ, നമ്മൾ വണ്ടിക്കകത്ത് അങ്ങനെ. അപ്പോൾ അതെ, ഞാൻ ഐശ്വര്യമായിട്ട് വണ്ടിക്കകത്ത് കയറി. എല്ലാ തവണത്തെയും പോലെ തന്നെ മഞ്ഞ് കത്തിയിരിപ്പുണ്ട്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ബിബിൻ്റെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുമ്പോട്ടെടുക്കാം. മാറി നിൽക്കും ബിബിൻ. നീ ഇല്ലേ കോടിമത MK മോട്ടോഴ്സ് ഇല്ലേ? അതിനകത്ത് പെട്രോൾ ഉണ്ടോ വണ്ടിക്കകത്ത്? ഇല്ലേ? ബ്ലിങ്ക് ആണോ? അയ്യോ, ഇത് മൊത്തത്തിൽ പെട്രോളിനല്ല, ക്ഷാമമാണല്ലോ ദൈവമേ. 100 രൂപ പെട്രോളിനായി. ബ്ലിങ്ക് ആണോ? ഒരു ഘട്ടം ഉണ്ടോ? അപ്പൊ നീ MK മോട്ടോഴ്സിലേക്ക് പോര് കേട്ടോ. ഞാൻ ഇറങ്ങാം. അതെ, നമ്മള് വണ്ടി എടുത്ത് ചെല്ലൊക്കെ ഇട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി. യെസ്, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് നമുക്ക് വാർണിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട കേട്ടോ. അതെ, ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു GoPro ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പോകുന്ന വഴിയിലത്തെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. സൺറൂഫ് അല്ലേ? സൺറൂഫ് കുറച്ച് നല്ല വെയിലാണ്. ഇപ്പം എത്ര ഡിഗ്രി ഉണ്ടെന്ന് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ പോകുന്ന വഴി കുറച്ച് ദൃശ്യങ്ങൾ കാണുക. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഏതെങ്കിലും ഒരു സമാധാനപരമായ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് കോട്ടയത്തേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകൾ കാണാം. അത് നമ്മൾ GoPro ഒക്കെ സെറ്റ് ചെയ്തു. സിറ്റി മോഡിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. പെട്ടെന്ന് ഇതിന് ആക്സലറേഷൻ പെട്ടെന്നാണ്. നമ്മൾ എക്കോ മോഡിലൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. നമ്മളിപ്പോ മാത കാരിത്താസ് ആ ഭാഗമായി. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇപ്പൊ മാസ്ക് വെച്ചിട്ടില്ല, മാസ്ക് കയ്യിലുണ്ട്. അച്ചാച്ച പെട്രോൾ അടിക്കാൻ പൈസ തന്നായിരുന്നു.
അപ്പോൾ പെട്രോൾ അടിക്കാൻ 300 രൂപ തന്നു ചേട്ടാ. പെട്രോള് 220. അതെ 220 രൂപ പെട്രോൾ. ഇന്ന് എത്രയാ? 90-54 രൂപയല്ലേ? 90 രൂപ 54 പൈസ. ഞാനിപ്പോൾ സീറ്റ് ബെൽറ്റ് ഊരിയത് പെട്രോൾ ടാങ്കിന് അത് തുറക്കാൻ വേണ്ടി കേട്ടോ. 300 രൂപയ്ക്ക് അടിക്കാനാണ് പറഞ്ഞത്. 280 രൂപ കയ്യിലിരിക്കും. 220 രൂപയ്ക്ക് 2.40. ഒരു മിന്നായം പോലും ഇല്ല. 52 കിലോമീറ്റർ ഓടും. ബാലൻസ് 300 രൂപ തന്നു. വണ്ടിയുടെ AC ഓണാക്കട്ടെ, ചില്ല് വങ്ങട്ടെ. എന്തോ ഒരു മെഷീൻ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതാ സൗണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കോട്ടയത്ത് നിന്നിട്ട് കാണാം. വേറെ ഒന്നും പോകുന്ന വഴി കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളങ്ങനെ ശാസ്ത്രി റോഡ് എത്തി. ഈ ഭാഗത്താണ് ദർശനം വരുന്നത്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അതായത് ഇതിൻ്റെ നമ്മുടെ ശാസ്ത്ര റോഡിൽ നിന്ന് ലോഗോസിലേക്ക് പോകുന്ന കയറ്റം ഒരു മാക്സിമം കുറയ്ക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കിവിടുന്ന് നേരെ പോകുന്നതാണ് ലോഗോസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇവര് കയറ്റം മാക്സിമം കുറയ്ക്കുക കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ എക്കോ മോഡിലാണ്. എക്കോ മോഡില് ടോർക്ക് കുറവാണ് എന്നാ തോന്നുന്നത്. എനിക്കിതിൻ്റെ സയന്റിഫിക് വശങ്ങളൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ഒരു കട്ടിങ് ഉണ്ട് നമുക്ക് മണിപ്പുഴ കോടിമതൊക്കെ കിടക്കാൻ, നമ്മുടെ ഈ മനോരമ ജംഗ്ഷനിൽ നിന്ന്. ഇത് ഈ നേരെ കാണുന്നതാണ് മനോരമ. നമുക്ക് ഇവിടുന്ന് ഇടത്തേക്കാണ് പോകേണ്ടത്. ഇത് ആക്ച്വലി ബൈപ്പാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നായാലും നല്ല വഴിയാണ്. നമുക്കിനി സ്പോർട്സ് മോഡ് ഇടാം. കിലോമീറ്റർ കൂടുതൽ വന്ന സ്പീഡ് ലിമിറ്റ് കാണിക്കും. അതെ, വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് വീഡിയോ എടുത്തത് ഈ ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിക്കാം. ഇവിടുന്നൊരു 1/2 കിലോമീറ്റർ പോയ MK മോട്ടോഴ്സിന് സർവീസ് സെൻ്ററാണ്. വണ്ടി ഇപ്പോഴത്തെ ഞാൻ കറക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാവേ. അതെ, ഈ ഭാഗം മുഴുവൻ പൊടിയാണ്. നിങ്ങളപ്പോൾ വിചാരിക്കും നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല. നമ്മൾ ഒരു ഫാൻസി നമ്പർ പ്ലേറ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് താമസം എടുത്ത് നമ്പർ പ്ലേറ്റ് ആയിട്ടുണ്ട്. ബാക്കിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ചവിട്ടുകുഴി പോലെ പുതിയ വണ്ടിയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് സർവീസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഭാഗം പൊളി, ഒരു രക്ഷയില്ലാത്ത ചെളിയും പൊടിയുമാണ്. വണ്ടിക്കകത്തൊക്കെ നല്ല ഡസ്റ്റാണ്. ആണ്ട ബിബിൻ മാസ്ക് വെക്കടാ. ഈ ഭാഗത്തുമൊക്കെ പൊടിയുണ്ട്. ഫ്രണ്ടിൽ പിന്നെ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം പൊടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മഞ്ഞപ്പനെ പോലത്തെ ഒരു വണ്ടി പോകുന്നു. ഇവിടെ പിന്നെ പറയണ്ട, ഇത് ഒടുക്കത്തെ പൊടിയാണ്. നീ എന്നാ പോക്കോ. അപ്പൊ എങ്ങനെ പൊളിയല്ലേ? ഒടുക്കത്തെ പൊടിയും ഡസ്റ്റും എല്ലാം പിടിച്ച് കിടിക്കുകയാണ് നമ്മുടെ നെക്സോൺ. ഇതൊരുമാതിരി മറ്റേ കാള ഈ കണ്ടത്തി ഒന്ന് ഇങ്ങനെ വിതച്ചിട്ട്, മീൻസ് ഈ എന്താ പറയുന്നത്, അതിന് പറയുന്നത് ആന കരിമ്പുംകാട്ടി കയറി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് മുഴുവൻ ചെളിയും പൊടിയും എല്ലാം ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ സർവീസിൽ എങ്ങനെ ഇവർ സർവീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വണ്ടി കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. നമുക്കപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് സർവീസിൽ, ഫ്രീ സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കും. അപ്പോൾ അതെ,
MK മോട്ടോഴ്സിന്റെ സർവീസ് സെന്റർ ആയി. നമുക്കിപ്പോ അകത്തേക്ക് കയറാം. ബിബിന്റെ അവിടെ നിൽക്കുന്നു. എടാ നീ ഇവിടെ നിന്നോ, മാസ്ക് നന്നായിട്ടെടു. വാഹനങ്ങളൊക്കെ വണ്ടി നന്നായിട്ട് ഇടിച്ചൊക്കെ. ഒരു ആരിയറൊക്കെ തകർന്നു. ആ ചേട്ടാ സർവീസോ? ബുക്കിംഗ് എടുത്താണോ? ആ ബുക്കിംഗ് എടുത്തു. ഇങ്ങനെ വ്ളോഗാ, പെർമിഷൻ ഉള്ള. നമ്മൾ ഇവരോട് നേരത്തെ പെർമിഷൻ ചോദിച്ചായിരുന്നു കേട്ടോ, വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിടാൻ പറഞ്ഞു. ഓക്കെ, ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം. ഇപ്പൊ ഏകദേശം സമയം എന്ന് പറയുന്നത് 1:30 അപ്പൊ അവരുടെ ലഞ്ച് ടൈം ആണ്. എന്നാ പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അങ്ങ് ഐശ്വര്യമായിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയി എന്ന സാറിന് നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 2.5 ആഴ്ചയോളം ആയി. ഫാൻസി നമ്പർ പ്ലേറ്റാ. നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ഫാൻസി ആണെന്ന് വെച്ചാൽ വലിയ ഫാൻസി ഒന്നും അല്ല, ഒരു 3000 രൂപ കൊടുത്ത് എടുത്ത ഒരു ഫാൻസി നമ്പറാണ്. അപ്പോൾ നമ്മൾ MK മോട്ടോഴ്സിന്റെ ഷോറൂമിലെത്തി. അടിപൊളി, ഇവിടെ സഫാരി ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. വണ്ടിക്ക് ഇപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ടോ, കണ്ടോ സൗണ്ട്? അത് നമ്മൾ ഫ്രണ്ടിലത്തെ എന്താ സ്ക്രൂ ഇതായി കിടക്കുന്ന, അപ്പം അത് നമ്മൾ ശരിയാക്കാൻ സ്ക്രൂ ലൂസാണ്, കണ്ടോ ടിക്കറ്റൊക്കെയാന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നു. അപ്പം ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം. ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ പുതിയ സഫാരിയുടെ. പൊളിയ. പനോരമിക് സൺറൂഫാണ് വരുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഞാനും എടുക്കും ഇത്, അത് വേറെ കാര്യം. ഇത് കണ്ടോ വണ്ടിയുടെ മേലത്തെ പൊടി കണ്ടോ, ഭയങ്കര ഒടുക്കത്തെ പൊടിയാണ്. ഇപ്പോൾ അവർ വന്ന് നമ്പർ പ്ലേറ്റ് വെക്കട്ടെ, പേരും നമ്പരും മേടിച്ചോണ്ട് പോയി. എന്നാലും ഏതായിരിക്കും ഇവിടെ വരാൻ പോകുന്ന നമ്പര്? എടാ ഇപ്പഴേ ഇത് സ്ക്രൂ ചെയ്യല്ലോ, ഇതിനെന്നാ പേര് പറയുന്നത്? റിബേറ്റോ. അതായത് ഇത് നമുക്ക് ഊരിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് മാത്രമല്ലേ കിട്ടത്തുള്ളൂ, പുതിയ വണ്ടിക്കെല്ലാം. ഓക്കെ, തലതിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. KL05 AW 7878. ഈ സാധനത്തിനാണ് 3000 രൂപ കൊടുക്കേണ്ടി വന്നത്. ഇതിലെന്തോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ട്. അതായത് 7 7 14, 8 8 16, അപ്പോൾ 30 വരും. അപ്പോൾ 3 ഒറ്റക്ക സംഖ്യ വരണമെന്നൊക്കെ പറഞ്ഞാ ഈ നമ്പർ എടുത്തത്. എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്പർ പ്ലേറ്റിന് ഇങ്ങനെ ഒരു സീരിയൽ നമ്പർ വരുന്നുണ്ട്. ഇത് ഈ നമ്പർ പ്ലേറ്റിന് മാത്രമായിട്ടല്ലേ? പിന്നെ അതുകൂടാതെ ഗ്ലാസ്സിൽ ഈ നമ്പർ വരും. ഗ്ലാസ്സിലോ? ഗ്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടോ? ഓ, ഇങ്ങനെ ഒരു സ്റ്റിക്കർ. കോട്ടയാണ് വണ്ടി നമ്പർ, പിന്നെ വണ്ടി രജിസ്റ്റർ ചെയ്ത ഡേറ്റ്. ഓ, ഈ നമ്പറായി ഈ കാണുന്നത്. നമുക്കപ്പോ ഈ RC ബുക്ക് വരുന്ന ഇതിന് ഫോട്ടോ വല്ല എടുത്ത് അയച്ചു കൊടുക്കും? ഫോട്ടോ എടുത്ത് അയച്ചു കഴിയുമ്പോൾ RC ബുക്ക് 2 ആഴ്ച സമയം പറയുന്നത്. 2 ആഴ്ച അല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതപ്പോ എന്നെ പഞ്ച് ചെയ്യുന്ന മെഷീനാണോ അത്? എങ്ങനെയാ പഞ്ച് ചെയ്യുന്നത് കാണിക്കോ?
ബമ്പർ പൊട്ടി പോവോ? ഓ, ഇത് ആഞ്ഞ് പ്രസ് ചെയ്യുക അല്ലേ? അവസാനത്തെ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞു വരും അല്ലേ? ഓക്കെ ഓക്കെ. ഇതിങ്ങനെ പുറോട്ട് വലിഞ്ഞു വരും. അപ്പൊ ഇവിടെ ഇല്ലേ, ഇതിങ്ങനെ വലിഞ്ഞു വന്നിട്ട് ഇവിടെ വന്ന് ടൈറ്റ് ആകുമ്പോൾ പൊട്ടിങ്ങി വരും. ഓ, നമ്മൾ തന്നെ പൊട്ടിച്ചെടുക്കും. മെഷീനിൽ തന്നെ പൊട്ടിങ്ങി വരും. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഹോൾ ഇടുന്ന മാത്രം മെഷീൻ ഉള്ളൂ, പിന്നെ നമ്മൾ ഈ പഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാ അല്ലേ? ഓക്കെ. 2 ആഴ്ച എടുക്കുമല്ലേ RTOടെ? ഫിനിഷിങ് കേട്ടോ. മുഴുവൻ കുളമായ കിടക്കുന്നത് അതിന്റെ ഫസ്റ്റ് സർവീസ് ആയേ. അപ്പൊ അത് ഇങ്ങനെ അകത്തൊട്ടിക്കും അല്ലേ? ഫാസ്റ്റാഗിന് താഴെയാണോ? ഓക്കെ, ഇങ്ങനെ വരുമല്ലേ? ഇതൊരു മഴവില് കളറാണല്ലോ പുറത്ത് നോക്കുമ്പോ. ഇനിയുണ്ടോ വേറെ? ഓക്കെ. ഓ, ഇപ്പൊ KL 05 AW 78 എന്ന് കറക്റ്റ് ആണ്. അതെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ കോട്ടയം എന്നൊക്കെ. RTO അല്ലേ? ഇനി വേറെ വല്ലതും ഉണ്ടോ? പോത്തില്ലേ? അപ്പൊ ഇനിയിപ്പോ 1 മാസത്തിനുള്ളിൽ ഇത് കിട്ടുമല്ലേ? വണ്ടിക്കകത്ത് ഒട്ടും ഫ്യൂലില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 200 രൂപയും കൂടെ ഇട്ട് 300 രൂപയ്ക്കും കൂടെ പെട്രോൾ അടിക്കാം. ചേട്ടാ, ഒരു 290 രൂപയ്ക്ക് പെട്രോളാ? പെട്രോൾ അവിടെയാണോ? സോറി. ഓക്കെ, പെട്രോൾ. ഇവിടെ 90 രൂപ 44 പൈസ. ചേട്ടാ, ഒരു 290 രൂപയ്ക്ക് പെട്രോളാ? 290. ₹100 ലാഭിച്ചതാ, 190 രൂപ മാറി കിട്ടി. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെച്ചു. അപ്പൊ ഇനിയിപ്പോ ഞാൻ അവിടെ സർവീസിന് അവിടെ ചെല്ലട്ടെ. ഇപ്പൊ ഈ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് അവിടെ ചോറുണ്ട് കഴിഞ്ഞാണ്. അപ്പൊ സർവീസിന്റെ ആരാ പറയുന്നത്, സർവീസ് എക്സിക്യൂട്ടീവ് വരുമായിരിക്കും. വണ്ടിക്ക് 1-2 കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവരോട് പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാം കഴിഞ്ഞിപ്പോൾ വന്നു. 4:15 ആയി. അപ്പോൾ സർവീസ് എക്സിക്യൂട്ടീവ് വന്നില്ല. അപ്പോൾ നാളത്തേനാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു വരണ്ടേ. അപ്പോഴത്തേക്ക് അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ബിസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ പൊട്ടൊരു വീഡിയോ എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത്ര ഒരു 40 ദിവസമായി നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് അതിൻ്റെതായ പോരായ്മകളുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല കിടിലൻ വീഡിയോസുമായിട്ട് സെബ് വ്ലോഗ്സ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനം എന്നാണ് നെക്സ്റ്റ് വീഡിയോ എന്നുള്ളത് ടൈമും എല്ലാം കാണും. കുറച്ച് ബ്ലോപ്പേഴ്സും കാണും. അപ്പോൾ കുറച്ച് വെറുപ്പിച്ചെന്നറിയാം. അപ്പോൾ എല്ലാവരും എന്നും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്. ആ ഫ്രണ്ടിലേക്ക് മാറ്റി നടത്തും. 220 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഒന്നും കാണുന്നില്ല. മഞ്ഞ തന്നെ അകത്ത് കിടക്കുന്ന, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സിറ്റി മോഡിൽ ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് എക്കോ മോഡ്. എക്കോ മോഡാകുമ്പോൾ ഭയങ്കര ഒരു പുള്ളിങ് കുറവാണ്. നമ്മൾ കാലിൽ ആക്സലേഷൻ കൊടുക്കണം. സ്പോർട്സ് ആകുമ്പോൾ ഇത് കണ്ടോ, വണ്ടി കുറച്ച് മുമ്പ് പൊങ്ങിയ പോലെ നമുക്ക് തോന്നും.